ഹേ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ചേനപ്പൂവ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇത് നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുക്കാതെ ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് നാരൊന്ന് വലിച്ച് കളയുന്നുണ്ട്. അത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് എല്ലാ സംഭവവും നമുക്ക് തോരൻ വെക്കാൻ വേണ്ടി എടുക്കാതെ ഇതിൻ്റെ അകത്ത് വേസ്റ്റേജ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. കൊത്തി അരിഞ്ഞ് നമുക്കിതൊന്ന് മാറ്റി വെക്കാതെ അരപ്പിലേക്ക് ആവശ്യമായ മുളകും കറിവേപ്പിലയും പറിച്ചെടുക്കാതെ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, മുളക്, കരിവേപ്പില, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തൊന്ന് ഒതുക്കിയെടുക്കാതെ ചൂടായ തവയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില, അരിഞ്ഞ ചേനപ്പൂവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കി അടച്ചു വെക്കാതെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലതായിട്ട് പച്ചമുളകൊക്കെ മാറി തോരനൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാം. വളരെ നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഈ ചേനപ്പൂ കിട്ടുവാണെങ്കിൽ എല്ലാവരും ഈ തോരനൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്.